രാജ്യത്തിന്റെ സമുദ്രാതിർത്തികളിലെ സുരക്ഷ അതിശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ പ്രാദേശികമായി തയ്യാറാക്കിയ 2 യുദ്ധക്കപ്പലുകളും ഒരു ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയും ഉടൻ നീരണിയും. സൂറത്ത്, നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും വാക്ഷീർ എന്ന ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയുമാണ് ജനുവരി 15-ന് സേനയുടെ ഭാഗമാക്കുക. നീലഗിരി, സൂറത്ത്, വാക്ഷീർ എന്നിവയുടെ സംയോജിതമായ കമ്മീഷനിംഗ് ഇന്ത്യയുടെ തദ്ദേശീയമായ കപ്പൽ നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത പുരോഗതി വ്യക്തമാക്കുന്നു. കേന്ദ്രം പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നതും ഇതാണ്. ഗൈഡഡ് മിസൈലുകളെ തകർക്കുന്നതിന് ശേഷിയുള്ള കപ്പലാണ് സൂറത്ത്. എന്നാൽ നീലഗിരി സ്റ്റെൽത്ത് കപ്പലാണ്. റഡാറുകൾ, സോണാറുകൾ, ഇൻഫ്രാറെഡ് ഉപയോഗിച്ച് വളരെ കുറച്ചു മാത്രം കണ്ടെത്താൻ സാധിക്കുന്ന കപ്പലുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ ഇവയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുന്നതിന് പ്രാപ്തമാണ് നീലഗിരി. 7400 ടൺ കേവ് ഭാരമുള്ള കപ്പലാണ് സൂറത്ത്. നീലഗിരിക്ക് 6670 ടൺ ഭാരമാണുള്ളത്. നാവികസേനയുടെ ആദ്യത്തെ AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്ന യുദ്ധക്കപ്പൽ കൂടിയാണ് INS സൂറത്ത് എന്ന സവിശേഷത കൂടിയുണ്ട്. പ്രോജക്ട് 15B പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 4ാമത്തെ യുദ്ധക്കപ്പലാണ് INS സൂറത്ത്. പ്രോജക്ട് 17A എന്ന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കപ്പലാണ് നീലഗിരി. 7 മൾട്ടി റോൾ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് പ്രോജക്ട് 17A. ഈ പദ്ധതിയിലെ ആദ്യത്തെ കപ്പലാണ് നീലഗിരി. ഈ പദ്ധതിയിലെ ബാക്കി 3 മസഗോൺ ഡോക്സിലും മറ്റ് 3 കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സുമാണ് നിർമ്മിക്കുന്നത്. ഡീസൽ ഇലക്ട്രിക് എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന വാക്ഷീറിന് 1600 ടണ്ണാണ് ഭാരം. ഇവ 3 അത്യാധുനിക സെൻസറുകളും ആയുധങ്ങളും വഹിക്കാൻ ശേഷിയുള്ളവയാണ്. ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയാണ് INS വാക്ഷീർ. 23,000 കോടി രൂപ മുടക്കി നിർമ്മിക്കുന്ന 6 സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയിലെ 6ാമത്തേതും അവസാനത്തേതുമായ അന്തർവാഹിനിയാണ് വാക്ഷീർ. 2030 ആകുമ്പോഴേക്കും 155 മുതൽ 160 യുദ്ധക്കപ്പലുകൾ സേനയുടെ ഭാഗമാക്കുക എന്നതാണ് നാവികസേന ലക്ഷ്യമിടുന്നത്. സേനയുടെ മിക്ക യുദ്ധക്കപ്പലുകളും അപ്പോഴേക്കും കാലഹരണപ്പെടുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. മുംബൈയിലെ നേവൽ ഡോക്ക് യാർഡിലാണ് കപ്പലുകളും അന്തർവാഹിനിയും കമ്മീഷൻ ചെയ്യുന്നത്. മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഇവയുടെ രൂപരേഖ തയ്യാറാക്കിയതും നിർമ്മിച്ചതും. ആധുനിക വ്യോമയാന സംവിധാനങ്ങൾ ഉള്ളതാണ് നീലഗിരിയും സൂറത്തും. ചേതക്, ALH, സീ കിങ്, MS-16R ഹെലികോപ്റ്ററുകൾ എന്നിവ രാത്രിയും പകലും വിവിധ ഓപ്പറേഷനുകൾക്കായി ഉപയോഗിക്കാനായി ഇവയിലുണ്ടാകും. വനിതാ ഓഫീസർമാരും നാവികരും ഇതിൽ പ്രവർത്തിക്കും. പ്രോജക്ട് 15B സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ക്ലാസിലെ കപ്പലാണ് സൂറത്ത്. 164 മീറ്ററാണ് ആകെ നീളം. ഉപരിതലത്തിൽ നിന്നും വായുവിലേക്കും ആന്റിഷിപ്പ് മിസൈലുകളും ടോർപീഡോകളും ഉള്ളതാണ് സൂറത്ത്. പരിശീലനത്തിൽ 30 നോട്ട്സ് വേഗത്തിൽ പായാൻ സൂറത്തിനായി. ഇന്ത്യയുടെ പരമ്പരാഗതവും പരമ്പരാഗതരവുമായ സമുദ്രതല ഭീഷണികളെ നേരിടാൻ പ്രാപ്തിയുള്ളതാണ് നീലഗിരി. ഉപരിതലത്തിൽ നിന്ന് ഉപരിതലത്തിലേക്ക് തൊടുക്കാവുന്ന സൂപ്പർസോണിക് മിസൈൽ സംവിധാനം ഈ കപ്പലിലുണ്ട്. മീഡിയം റേഞ്ച് ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രയോഗിക്കാവുന്ന മിസൈലുകളും 76 mm അപ്ഗ്രേഡ് ഗണ്ണും ഇതിലുണ്ട്. സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിൽ 6ാമത്തേതും അവസാനത്തേതുമാണ് വാക്ഷീർ. ലോകത്തിലെ ഏറ്റവും നിശബ്ദമായ ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനിയാണിത്. ടോർപിഡോകൾ, കപ്പൽ പ്രതിരോധ മിസൈലുകൾ, ആധുനിക സോണാർ സംവിധാനങ്ങൾ എന്നിവയടങ്ങിയ അന്തർവാഹിനിയാണ്. നിലവിൽ 130 യുദ്ധക്കപ്പലുകളും 251 യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് നാവികസേനയുടെ കയ്യിൽ സ്വന്തമായുള്ളത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നുകയറാൻ നോക്കുന്ന ചൈനയ്ക്ക് നിലവിൽ 370 യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളുമാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.